ഹലോ. അപ്പം നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നുള്ളത് എനിക്കിങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മുറ്റം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഒരു പച്ചമയം നമ്മുടെ മുറ്റത്ത് വരുത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾക്കിവിടെ മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് വണ്ടി വരാനായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു മഴക്കാലം ഇത് കാരണം. ഇനിയിപ്പോൾ മഴയൊക്കെ ഇത്തിരി തോർന്നിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളെ കുറച്ച് കറ്റാർവാഴയും അതുപോലെ ലക്കി ബാമ്പു അങ്ങനെ പിന്നെ നമ്മളന്ന് ടയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗപ്പിയുടെ ഒരു പോണ്ട് അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ വേറെ ഒന്നുമില്ല, ചെടികളൊന്നുമില്ല. ഫ്രണ്ടിൽ അല്ലെങ്കിലും ചെടികൾ വെക്കാൻ പറ്റില്ല. ഫുള്ള് വണ്ടികൾ ഇടാനുള്ള സ്ഥലമേ ഫ്രണ്ടിലുള്ളൂ, നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളൂ. പിന്നെ സൈഡിൽ ചെറിയൊരു പോർഷനുണ്ട്. ആ ഒരു പോർഷനാണ് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് വെച്ചേക്കുന്നത്. അവിടെ എനിക്ക് പച്ചമയാക്കി എടുക്കണം, ആകെ ഒരു പച്ചപ്പ് നിറച്ചെടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മളുടെ കുറേ വേസ്റ്റ് സാധനങ്ങൾ അതും ഇതൊക്കെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അത്. ഇടയ്ക്കൊക്കെ ഈവനിങ്ങിലാണെങ്കിലും ഒക്കെ കണ്ണനെയും കൊണ്ടുവന്ന് ഇരുത്താനും അവനും ഒരു പച്ചപ്പും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പ്രകൃതിയോടൊന്ന് ഇണങ്ങി നിൽക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അറിയില്ല നമ്മുടെ പ്ലാനിങ് ഒക്കെ നടക്കുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും എവിടെ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എക്സസൈസുകളായിട്ട് അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ണനെ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ നാമം ചൊല്ലാനിരിക്കുമ്പോൾ ഫ്രണ്ടിൽ വെറുതെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പണിയായിട്ട് അവന് കൊടുക്കും കേട്ടോ. കണ്ണം തന്നെ തല വയ്ക്കേടാ, കാലൊന്നും തന്നെ കുത്തി നിന്നേടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ പണി കൊടുക്കുന്ന സമയത്ത് അവൻ എനിക്കും പണി തരും. കാരണം അപ്പോൾ ആ സമയത്ത് അങ്ങനെ അവനെ അങ്ങനെ കുറേ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ആളപ്പം അപ്പിടും കേട്ടോ. ആളുടെ ഒരു സൂത്രമാണത്. അപ്പം ഞാൻ എപ്പോൾ എക്സസൈസ് ചെയ്യാനിരിക്കണോ അപ്പം ഈ ചെക്കൻ അപ്പിടുന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനിങ്ങനെ ചെയ്യാനിരുന്നതായിരുന്നു. അപ്പോഴേക്കും ആൾ അപ്പിയിട്ട് ആകെ കൊളാക്കി. പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നല്ലോ, അപ്പം തന്നെ കൊണ്ടുപോയി മാറ്റണമല്ലോ. അത് അങ്ങനെ നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ. കാരണം ഇതുവരെ പാമ്പേഴ്സൊന്നും യൂസ് ചെയ്യുന്നതിൻ്റേതായുള്ള ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ യൂറിനാണെങ്കിലും 2-3 യൂറിൻ പോകുമ്പോഴേക്കും ഞാൻ അപ്പം അത് മാറ്റും. മോഷനാണെങ്കിലും അങ്ങനെ തന്നെ അതപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നത് കാരണം ആൾക്ക് പാമ്പേഴ്സ് ഇടുന്നതിൻ്റേതായുള്ള ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായില്ല കേട്ടോ.